അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുവാൻ വേണ്ടി, ഈ ലോകത്തേക്ക് ഒരു പടപ്പിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി ആലോചിച്ചപ്പോൾ, മനുഷ്യനെ പടയ്ക്കുവാൻ വേണ്ടി പടച്ച റബ്ബ് നിശ്ചയിച്ചപ്പോൾ, ആ നിശ്ചയത്തിന് മുമ്പായിട്ട് തന്നെ ജഗന്നിയന്താവായ പടച്ച റബ്ബ് മലക്കുകളോട് മുശാവറ നടത്തി, കൂടിയാലോചനയ്ക്ക് എത്തിയതായ മലക്കുകൾ ഒന്നടങ്കം പറഞ്ഞ്, ഈ ഭൂമി ലോകത്തിൽ രക്തച്ചൊരിച്ചിലുകളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും വാരിവിതറുന്ന മനുഷ്യനെ എന്തിനു വേണ്ടി നീ സൃഷ്ടിക്കുന്നു? നിനക്ക് തസ്ബീഹ് ചൊല്ലുവാനും, നിന്നെ പുകഴ്ത്തുവാനും, നിന്നെ വാഴ്ത്തുവാനും, നിന്റെ അപദാനങ്ങൾ പറയുവാനും ഞങ്ങളുണ്ടല്ലോ എന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായികത്തുകളോട് ഒന്നടങ്കമായി പറഞ്ഞ വചനം പരിശുദ്ധ ഖുർആനിൽ പ്രസക്തമാണ്. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും നല്ലതുപോലെ വ്യക്തമായ രീതിയിൽ, ക്രിയാത്മകമായ രീതിയിൽ അറിയുന്നവൻ ഞാനാണ് എന്ന് ജഗന്നിയന്താവായ പടച്ച റബ്ബ് മറുപടി കൊടുത്തു. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാം എന്ന പ്രഥമ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ ലോകത്തുള്ളതായ സർവ്വവിധ വസ്തുക്കളും, ഉണ്ടായിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ സർവ്വവിധ വസ്തുക്കളുടെ ഉപയോഗക്രമങ്ങളും അതിന്റെ നാമങ്ങളും സർവ്വതും പഠിപ്പിച്ചു കൊടുത്തിട്ട് മലായികകളോടായിട്ട് മുഴുവനും അവരുടെ മുന്നിലേക്ക് ആ വസ്തുക്കളെ മുഴുവനും പ്രൊസീഡ് ചെയ്ത് നിരത്തി വെച്ചിട്ട് ജഗന്നിയന്താവായ പടച്ച റബ്ബ് പറഞ്ഞു, ഈ വസ്തുക്കളുടേതായ ഉപയോഗക്രമങ്ങളും നാമങ്ങളും നിങ്ങൾ എനിക്ക് വിവരിച്ചു തരൂ. മലക്കുകൾ ഒന്നടങ്കം കൈമലർത്തി, എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. പടച്ച റബ്ബേ, നീയാണ് തത്വജ്ഞാനമുള്ളവൻ, നീയാണ് അറിവുള്ളവൻ, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ മറ്റൊരു വസ്തുത ഞങ്ങൾക്ക് അറിവില്ല. ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിവുള്ളവനാണ്, അദ്ദേഹത്തിന് നീ പഠിപ്പിച്ചു കൊടുത്തു, ഞങ്ങൾക്കത് അറിവില്ല എന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞപ്പോൾ, അറിവുള്ളവരെ ആദരിക്കണമെന്നുള്ള പരിശുദ്ധമായ ദീനിന്റെ, അതല്ല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്കും നയങ്ങളിലേക്കും ജഗന്നിയന്താവായ പടച്ച റബ്ബ് ആദ്യമായിട്ട് വെളിയാടമോതുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദരസൂചകമായിട്ട് വിവരമുള്ളവനാണെന്ന് ലോകർ മുഴുവൻ മനസ്സിലാക്കിയിരിക്കെ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ ആ മലക്കുകൾ ഒന്നടങ്കം സുജൂദ് ചെയ്തു, ഒരാളൊഴികെ. ആ വ്യക്തിത്വത്തിന്റെ നാമവും സർവർക്കും അറിയാം. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിശ്വാസികളുടെയും ശത്രുവാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപം അവന്റെ പേരുണ്ടാവട്ടെ എന്ന് പറയണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവനത്രേ, അവനൊഴികെ ബാക്കിയുള്ള മുഴുവൻ മലക്കുകളും സുജൂദ് ചെയ്തു ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാം. സുജൂദ് കൊണ്ട് വർത്തിക്കാത്തതായ ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പടച്ച റബ്ബ് പുറത്താക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സമയത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ ചോദിച്ചുവത്രേ, റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ. ലോകത്തിന്റെ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പടച്ച റബ്ബ് ഒരു ആദമെന്ന് പറയുന്നവൻ സൃഷ്ടിച്ചതായ പടച്ചതായ വ്യക്തിത്വത്തെ സുജൂദ് ചെയ്യാൻ വേണ്ടി ആദരസൂചകമായ സുജൂദ് കൊണ്ട് വർത്തിക്കാൻ പറഞ്ഞപ്പോ, ഞാനാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ, മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതായ വ്യക്തിത്വത്തെ സുജൂദ് ചെയ്യാനോ എന്ന് പറഞ്ഞുകൊണ്ട് അഹന്ത വെക്കുകയും അഹങ്കരിക്കുകയും ഭൂമിയിൽ ആദ്യം തന്നെ അഹങ്കാരത്തിന്റെ ചുവയുള്ള വർത്തമാനം പടച്ച റബ്ബിനോട് പറഞ്ഞതിന്റെ പേരിൽ ഉഖ്റുജ് ഫഇന്നക റജീം എന്നെന്നും വെറുക്കപ്പെട്ടവനായ, വികൃഷ്ടനായ, അടിയോടിക്കപ്പെട്ടതായ, റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട വ്യക്തിത്വമായിട്ട് ഈ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ജഗന്നിയന്താവായ പടച്ച റബ്ബ് പറഞ്ഞപ്പോ അടവണയും മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കേണപേക്ഷിക്കുന്നു, റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ. പുനർജീവിപ്പിക്കുന്ന നാൾ വരെ എന്റെ
ശിക്ഷയൊന്ന് പിന്തിപ്പിക്കണേ നാഥാ എന്ന് അള്ളാന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു അത്രേ. ഉടനെ തന്നെ അള്ളാഹു അവനോട് പറഞ്ഞു, ഇന്നക മിനൽ മുൻവരീൻ, നിശ്ചയം നീ സാവകാശം ചെയ്തവനിൽപ്പെട്ടവനാണ്. നിനക്ക് നാം സാവകാശം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് വേണ്ടി സുജൂദ് കൊണ്ട് വർദ്ധിക്കാത്തതിന്റെ പേരിലുള്ള ശിക്ഷ നിനക്ക് ഇഹലോകത്ത് വെച്ചുകൊണ്ട് നൽകില്ല, നാളെ പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് നിനക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് ജഗന്നിയന്താവായ പടച്ചറപ്പ് പറഞ്ഞപ്പോ ഉടനെ തന്നെ അവന്റെ സ്വഭാവത്തിലേക്ക് ഓരോ മനുഷ്യനും അവനുണ്ടാകുന്നതായ അസിലിയായ പ്രകൃതത്തിലേക്ക് കടന്നു വരുന്നത് പോലെ അതാ ഇബ്ലീസ് വീണ്ടും വരുന്നു. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പടച്ചറപ്പിനോട് ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇനി എനിക്ക് ഖിയാമത്ത് നാൾ വരെ എന്റെ ശിക്ഷ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചറപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഡയലോഗ്, ഇബ്ലീസിന്റേതായ ഡയലോഗ് പരിശുദ്ധമായ ഖുർആനിലൂടെ പരിപാലകൻ ലോകത്തോട് ഉണർത്തുന്നു. ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. മനുഷ്യരുടെ മുഴുവനും മാനവരാശികളെ മുഴുവനും വഴിതെറ്റിക്കാൻ വേണ്ടി അവർ പോകുന്നതായ ഋതുപാതയിലേക്ക് മുഴുവനും ഞാൻ തടസ്സമായിരിക്കും. ഏത് നിലക്കെന്നറിയുമോ? മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. അല്ലാഹു എന്ന ജഗന്നിയന്താവിനോട് ഇബ്ലീസ് കൊടുക്കുകയാണ്, പടച്ചറബ്ബേ, നിന്റെ സൃഷ്ടികളായ സത്യവിശ്വാസികളായ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അവരുടെ മുൻഭാഗത്തും അവരുടെ പിൻഭാഗത്തും അവരുടെ വലതുഭാഗത്തും അവരുടെ ഇടതുഭാഗത്തും എന്ന് വേണ്ട ഒരൊറ്റ സൃഷ്ടികളെയും അധികം ആളുകളെ തന്നെ നന്ദിയുള്ള ദാസന്മാരായി ഞാൻ എത്തിക്കാത്ത നിലയ്ക്ക്, നിന്റെ അടുക്കൽ എത്തിക്കാത്ത നിലയ്ക്ക് അവരുടെ മുഴുവൻ സൽപാന്താവിലേക്കുള്ള വഴികളിൽ ഞാൻ ഇരിക്കുമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ മുന്നിൽ ശപഥം ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുന്നത് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ സാത്വികരായ ഉലമാക്കളൊഴികെ അവരെ അല്ലാതെ ബാക്കിയുള്ളവരെ ആയിരിക്കാം നിനക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുക എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറബ് മറുപടി കൊടുത്തപ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദര, എന്തിനു വേണ്ടിയാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രവും ഈ ഖിസ്സയും നമ്മൾ പഠിച്ചതും നമ്മൾ കേൾക്കുന്നതും നമ്മളുടെ കാത് മുളച്ച കാലഘട്ടം മുതൽ തന്നെ നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുള്ള ഈ ചരിത്രം എന്തിനു വേണ്ടിയാ ഇത് വീണ്ടും ഈ വിരീതൻ ഇവിടെ ഉണർത്തുന്നത്? എന്തിനു വേണ്ടിയാ നിങ്ങളുടെ ഈ സമയം വളരെ ചുരുങ്ങിയ സമയത്ത് 5 മിനിറ്റ് കൊണ്ട് ഈ ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുമെന്നത്? ഓർക്കണേ, പഠിക്കണേ. നിങ്ങൾ ഈ ചരിത്രത്തിന്റെ അവസാന തലങ്ങൾ പഠിക്കുമ്പോൾ അത് വസ്ത്രധാരണ രീതി പകരമായി ചിത്രീകരിക്കുന്നതിലേക്ക് കടന്നു ചെല്ലുന്നതായി നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ആദ്യമായിട്ട് ഇബ്ലീസ് നടത്തിയ വസ്വാസ് എന്തിന്റെ വിഷയത്തിലാ? അത് വസ്ത്രധാരണ വിഷയത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി. ഈ വിനീതൻ പരിശുദ്ധമായ റജബ് മാസത്തിന് ഈ ശോഭനമായ രാത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ സാത്വികരായ ഉലമാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് വിനീതൻ പറയുന്നു, ആദ്യമായിട്ട് ഈ ലോകത്ത് വസ്ത്രധാരണ രീതിയിലാണ് ഇബ്ലീസ് വികലമായി ചിത്രീകരിച്ചത്. ആദ്യമായിട്ട് ഇബ്ലീസിന്റെ കുതന്ത്രം നടന്നത് വസ്ത്രധാരണ രീതിയിലാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്കറിയണോ, ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, തന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ നിന്ന് പുറത്താക്കണം.
താൻ സ്വർഗത്തിൽ സ്വൈരവിഹാരത്തോടുകൂടി മലക്കുകളുടെ വ്യക്തിത്വമായി കഴിഞ്ഞിരുന്ന എന്നെ ആ സ്വർഗത്തിൽ നാട്ടിയോടിക്കാൻ കാരണക്കാരനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും അടങ്ങാത്ത ത്വരയുമാണ് പിന്നീട് ഇബ്ലീസിന്റെ മനോമുഖരത്തിലേക്ക് കടന്നുകൂടുന്നത്. ഓരോ ദിവസവും അതിനുള്ള ചിന്തകളുമായിട്ട് അവൻ മുന്നേറി. എന്താണ് അതിനുള്ള തന്ത്രം? അവസാനമായി അവർ എത്തിച്ചേർന്നു സ്വർഗലോകത്ത് കഴിയുന്നതായ വ്യക്തിത്വങ്ങളുടെ വസ്ത്രം ഒഴിയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇബ്ലീസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. കാരണം അവൻ സ്വർഗത്തിൽ കഴിഞ്ഞവനാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികളുടെ വസ്ത്രം ഒരു സെക്കൻഡോ ഒരു നിമിഷമോ ഉരിയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. അത് മതിയല്ലോ. കാരണം തന്നെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇനി അവിടെ ആ സ്വർഗത്തിൽ ആരും തന്നെ വസിക്കണ്ട. അവിടെ കഴിയുന്നതായ ആദം നബി അലൈഹിസ്സലാമിനെ പുറത്താക്കണം. ഇതാണ് ലക്ഷ്യം. ഇതേ സമയത്ത് ഒന്നും തന്നെ അറിയാതെ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിലകൊള്ളുമ്പോ അവിടുത്തെ ഒരു വാരിയിൽ നിന്ന് ബീവി ഹവ്വായിനെ സൃഷ്ടിച്ചുകൊണ്ട് ജഗന്നിയന്താവായ പടച്ചറപ്പ് കൊടുക്കുന്ന ഓർഡർ എന്താ? വകുലാ മിൻഹാ റഗദാ. ആദമേ ഹവ്വേ, നിങ്ങൾ രണ്ടാളുകളും സ്വർഗത്തിൽ രസിക്കുക, രമിക്കുക, എല്ലാ രീതിയിലും ആസ്വാദനത്തിലും ഏർപ്പെടുക. പക്ഷേ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദമേ ഹവ്വേ, ഈ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. കളിക്കുകയും രസിക്കുകയും രമിക്കുകയും ചെയ്തുകൊള്ളുക. ഈ സ്വർഗത്തിന്റെ സകല കായ്കനികളും ഭക്ഷിച്ചുകൊള്ളുക. പക്ഷേ ഒരൊറ്റ മരത്തിന്റെ കായ്കനികൾ നിങ്ങൾ അടുത്തു പോലും പോകരുത്. അതിന്റെ കായ്കനികൾ കഴിക്കരുതെന്ന് മാത്രമല്ല, അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുത്. വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ഈ കാണുന്നതായ മരത്തിന്റെ കായ്കനികളിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പടച്ചറപ്പ് ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞപ്പോ ആ മരത്തിന്റെ കായ്കനികൾ ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചറപ്പിന്റെതായ ഭാഗത്ത് നിന്നുള്ളതായ ശിക്ഷയിറങ്ങി. എന്താണ് ശിക്ഷയെന്നറിയണ്ടയോ? സ്വർഗത്ത് വസിക്കുന്നതായ ജനങ്ങളുടെ വസ്ത്രം ഉരിയപ്പെടും. വസ്ത്രം ഉരിയപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു അവരെ ഇറക്കിവിടുമെന്നുള്ള വസ്തുത സ്വർഗത്തിൽ കഴിഞ്ഞ ഇബ്ലീസ് മനസ്സിലാക്കി. അവസാനം ചെല്ലുകയാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്ത് ഇബ്ലീസ് നടത്തിയ ആദ്യമായ വസ്വാസ് അതേ സൂറത്തുൽ അറാഫിലൂടെ മാലോകർക്ക് മുഴുവനും ദർശനമായിട്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആദരങ്ങളിലൂടെ മാലോകർ മുഴുവനും ദർശനമായി ഓതിക്കൊടുക്കുന്നു. ഫവസ്വസ ലഹുമ الشيطان ليبدي لهما ما وري عنهما من سوآتهما. എന്താ പറയുന്നത്? ശൈത്താനവരോട് ദുർബോധനം നടത്തിയത്രേ. ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയപത്നിയായ ഹവ്വായിനോടും ദുർബോധനം നടത്തിയത്രേ. രണ്ടുപേരോടും ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളുകളും ഈ മരത്തിന്റെ കായ്കനികൾ കഴിക്കരുതേ, ഭുജിക്കരുതേ എന്ന് പടച്ചറപ്പ് വിലക്കാറുള്ള കാരണം മറ്റൊന്നുമല്ല. നിങ്ങളോട് രണ്ടാളുകളോടും നിങ്ങളോട് ഭക്ഷിക്കരുതെന്ന് പറയാനുള്ള കാരണം ഇല്ല أن تكونا ملكين أو تكونا من الخالدين. ഈ സ്വർഗലോകത്ത് നിങ്ങൾ ശാശ്വതരായി കഴിയുന്നതിനെ ഈ ലോകത്തിന്റെ പരിപാലകനായ നിങ്ങളുടെ സൃഷ്ടികർത്താവായ സർവ്വലോക സംരക്ഷകരായ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഈ ലോകത്ത് ഈ സ്വർഗലോകത്ത് നിങ്ങൾ സന്തോഷത്തോടുകൂടി ആനന്ദ തുന്തിലരായി നൃത്തം ചവിട്ടിക്കൊണ്ട് കഴിയുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. അതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ കൈകനികൾ കഴിക്കരുത് എന്ന് നിങ്ങളോട് വിലക്കാനുള്ള മർമ്മപ്രധാനമായ കാരണം. അല്ലെങ്കിൽ നിങ്ങൾ മലക്കിന്റെ പദവിയിലേക്ക് അത്
അഥവാ 24 മണിക്കൂറും പടച്ചറപ്പിനെ ആരാധിക്കുന്നതായ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ ഉയരുന്നതിനെ പുറത്തൊട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ കായ്കനികൾ കഴിക്കരുത് എന്ന് പ്രത്യേകം വിലക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു ഇബ്ലീസ് അവർക്ക് ദുർബോധനം നടത്തിയത്രേ. സുബ്ഹാനല്ലാഹ്. വഫീ ഖിറാഅത്തിൽ മലിക്കൈനി, മറ്റൊരു ഖിറാഅത്തിനുണ്ട് മലിക്കൈനി എന്ന്. ജലാലീനിലൊക്കെ ഉണ്ടത്, മുതഅല്ലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മലിക്കൈനി അഥവാ രാജാക്കന്മാരെ പോലെ നിങ്ങൾ തുടരുന്നതിനെ അല്ലാഹു വെറുത്തു. മാലാഖമാരെ പോലെ വസിക്കുന്നത് മാത്രമല്ല, മാലാഖമാരെ പോലെ കഴിയുന്നത് മാത്രമല്ല, ഈ സ്വർഗലോകത്ത് നിങ്ങൾ രാജാവും രാജ്ഞിയുമായി എന്നേക്കുമായി സുഖാഡംബരത്തോടുകൂടി കഴിയുന്നതിനെ പടച്ചറപ്പ് വെറുത്തിരിക്കുന്നു. അവരത് ഇഷ്ടപ്പെടുന്നില്ല. ശാശ്വതികത്വം നിഷേധിച്ചുകൊണ്ടാണ് അല്ലാഹു നിങ്ങളോട് ഇതിലുള്ള കായ്കനികൾ കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹവ്വാഇന്റെയും ഹൃദയം ഒന്ന് ചെറുതായിട്ട് ചാഞ്ചല്യപ്പെട്ടു. അവരുടെ മനസ്സ് ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, മലക്കിന്റെ പദവിയിലേക്ക് ഉയരുകയോ? മലക്കിന്റെ പദവിയിലേക്ക് ഉയരുക. മനുഷ്യൻ ദുർബലനാണല്ലോ, അവൻ ടോയ്ലറ്റിൽ പോകേണ്ടതായി വരും, അവന് ഭക്ഷണം കഴിക്കേണ്ടി വരും, പാനീയങ്ങൾ ഉപേക്ഷിക്കാതെ പറ്റില്ല, അവന് കഴിക്കേണ്ടി വരും, പാനീയങ്ങൾ കഴിക്കേണ്ടി വരും. 24 മണിക്കൂറും അവൻ അതിനോട് ആർത്തിയുണ്ടാകുമെന്നാൽ മലക്കിന്റെ പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഭക്ഷണ പദാർത്ഥത്തോട് താല്പര്യമില്ല, ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറും ജഗന്നിയന്താവായ പടച്ചറപ്പിനെ ആരാധിക്കാനുള്ള സമയം നമുക്ക് കിട്ടുമല്ലോ എന്ന് ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കി. അങ്ങനെ ചിന്തിച്ചിട്ട് മഹാനവറുകളും അവിടുത്തെ പ്രിയതമയും കൂടി അതാ സ്വർഗത്തിൽ പടച്ചുറപ്പ് വിലക്കിയതായ കായ്കനി എടുത്തുകൊണ്ട് അവരുടെ നാവിലേക്ക് ഒന്ന് വെച്ചതേയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, എന്താ മോനെ സംഭവിച്ചത്? അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് വസ്ത്രധാരണ രീതി ബഹലമായി ചിത്രീകരിച്ചത് ഇബ്ലീസ് എന്തിനു വേണ്ടിയാ? പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ഫലമ്മാ ذاق الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة. ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീബി ഹവ്വാ രണ്ടുപേരും കൂടി ആ മരത്തിന്റെ കായ്കനികൾ അങ്ങെടുത്ത് നാവിലേക്ക് ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് രുചിക്കാൻ തുടങ്ങിയപ്പോ ബദത് ലഹുമാ സൗആതുഹുമാ, അവരെ സ്വർഗത്തിൽ ഇറക്കി വിട്ടെന്നല്ല പറഞ്ഞത്, മറിച്ച് അവരുടെ രണ്ടുപേരുടെയും നഗ്നത വെളിവായി അത്രേ. ബദത് ലഹുമാ സൗആതുഹുമാ, ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പ്രിയപ്പെട്ട പ്രഥമ ഉമ്മയുടെയും വസ്ത്രം ഉരിയപ്പെട്ടുവത്രേ, അവരുടെ നഗ്നത വെളിവായി അത്രേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും പ്രിയപ്പെട്ട ഉമ്മയും തെറ്റ് ചെയ്തു എന്നുള്ളതല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വാദം. ചില ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, പുത്തൻ പ്രസ്ഥാനക്കാർ. മോനെ തിരിച്ചു വെച്ചോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമതല്ല. ആദം അലൈഹിസ്സലാം തുടങ്ങി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും മഅസൂമിങ്ങളാണ്, പാപം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ചുണക്കുട്ടികളാ നമ്മൾ. ഒരിക്കലും തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുടുംബാദികളും തെറ്റ് ചെയ്തു എന്ന് പറയരുത് മക്കളെ. പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ പഠിക്കണേ. ബദത് ലഹുമാ സൗആതുഹുമാ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും പ്രിയപ്പെട്ട ഉമ്മയും ആ വിലക്കപ്പെട്ട കായ്കനികൾ കഴിച്ചപ്പോ അവരുടെ നഗ്നത വെളിവായി അത്രേ. എന്ത് ചെയ്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ? വസ്ത്രം ഉരിയപ്പെട്ടപ്പോ ഒരു സെക്കൻഡ് ആ ശരീരത്തിൽ നിന്ന് വിവസ്ത്രരായപ്പോ, ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിയപ്പെട്ടപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്ത് ചെയ്തെന്നറിയാമോ? يخصفان عليهما من ورق الجنة, ആ സ്വർഗലോകത്തിൻ്റെതായ കായ്കനികൾ പറിച്ചെടുത്ത് അതിന്റെ ഇലകൾ പറിച്ചെടുത്ത് വേഗം തന്നെ ഒട്ടിച്ച് ശരീരത്തോട് ചേർത്ത് വെച്ചു അത്രേ.
സുബ്ഹാനല്ലാഹ് 24 മണിക്കൂറും വിവസ്ത്രരായി നടക്കുന്ന ഉമ്മമാർ, 20 മണിക്കൂറും തുണിയില്ലാതെ നടക്കുന്ന ഉമ്മമാരെ, തലേ തുണിയില്ലാതെ നടക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടപ്പോ, ശരീരത്തിൽ നിന്ന് വിവസ്ത്രരായി പോയപ്പോ, അതാ വസ്ത്രം വേഗം തന്നെ അവരുടെ ശരീരത്തേക്ക് നഗ്നത മറയ്ക്കാൻ വേണ്ടി മറ്റൊരു വസ്ത്രമില്ലാതിരുന്ന സമയത്ത് അതേ സ്വർഗത്തിന്റെ ഇലകൾ പറിച്ചെടുത്ത് ശരീരത്തേക്ക് ചേർത്ത് വെച്ചു അത്രേ. എന്നാൽ തന്നെയും അള്ളാഹു ഇറക്കി വിട്ടു അവരെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. എന്തിന്റെ കാരണം കൊണ്ടാ? അവരതാ വിലക്കപ്പെട്ട കായ്കനികൾ കഴിച്ചതിന്റെ കാരണമല്ല, അവരുടെ വസ്ത്രം മുരിയപ്പെട്ടത് കൊണ്ടാ ഇറക്കി വിട്ടത്. കാരണം അവരുടെ വസ്ത്രം മുരിയപ്പെട്ടത് കൊണ്ടാ ഇറക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിന്റെ വിവിധ ആയത്തുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ എന്നിട്ട് ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബീവി ഹവ്വായിനെയും വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അലം അൻഹകുമാ അൻ തിൽകുമാ അശ്ശജറാ വഅഖുൽ ലകുമാ ഇന്ന അശ്ശൈത്വാന ലകുമാ അദുവ്വുൻ മുബീൻ. ഓ ആദമേ ഹവ്വേ, എന്റെ പ്രിയപ്പെട്ട സൃഷ്ടികളെ, നിങ്ങളോട് വിലക്കപ്പെട്ടതായ കായ്കനികൾ നിങ്ങൾ എന്തിനാ കഴിച്ചത്? പടച്ചറപ്പ് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വിലക്കിയതല്ലായിരുന്ന കായ്കനികളെ അത് കഴിച്ചത് കാരണമല്ലേ നിങ്ങളുടെ വസ്ത്രം ഉരിയപ്പെട്ടത്? ആ വസ്ത്രം ഉരിയപ്പെട്ടതിന്റെ പേരിലല്ലേ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കാനുള്ള കാരണം? നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവായിട്ട് ഇബ്ലീസിനെ നാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നൽകിയതല്ലയോ? പക്ഷേ കോലം മാറി രൂപം മാറി വന്ന ഇബ്ലീസിന്റേതായ കുതന്ത്രത്തിൽ പെട്ടുപോയ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അത് പടച്ചറബിന്റെ തഖ്ദീറാണ്, അള്ളാഹു കണക്കാക്കിയതാണ്. രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുന്നു, ദുനിയാവിലേക്ക് ഇറക്കി വിട്ടു. എന്നിട്ട് ഇറക്കി വിടുമ്പോൾ പടച്ചറബ് അവരോട് കൊടുക്കുന്ന ഉപദേശം പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോകത്തുള്ള സർവ്വ ആദം സന്തതികളെ മക്കളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ അറാഫിലൂടെ പരിശുദ്ധമായ ഖുർആൻ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബീവി ഹവ്വായിനെയും ആ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടാനുള്ള കാരണം അവർ വിവസ്ത്രരായതുകൊണ്ടാ, അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിയപ്പെട്ടിട്ടാ എന്ന് ചരിത്രം മുഴുവനും ഖുർആൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പടച്ചറബ് ഓർമ്മപ്പെടുത്തുന്നത് എന്താ? യാ ബനീ لا يفتننكم الشيطان. ആദം സന്തതികളെ, ഒരിക്കലും തന്നെ പിശാചിന്റെ വലയിൽ നിങ്ങൾ പെട്ടുപോയി ഫിത്നയിലാകരുതേ. എന്തേ കാരണം? അവൻ ഫിത്നയിലാക്കുന്നത് എങ്ങനെയാ? ലാ يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما من سوآتهما. നിങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പയും ഉമ്മയും അതേ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രഥമ ഉമ്മയുമുണ്ടല്ലോ, അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടതുകൊണ്ട് പോലെ നിങ്ങളെയും ഇബ്ലീസ് ഫിത്നയിലാക്കാതിരിക്കട്ടെ, ശൈത്താൻ നിങ്ങളെയും അവന്റെ കുതന്ത്ര വലയത്തിൽ പെടാതിരിക്കട്ടെ. പടച്ചറബ് ഓർമ്മപ്പെടുത്തുന്നു, ഒരിക്കലും തന്നെ സത്യവിശ്വാസികൾ പെട്ടുപോകരുത്. ശരീരത്തിലേക്ക് അവർക്ക് തെളിഞ്ഞിരിക്കുന്ന പടച്ചറബ് അനുഗ്രഹിച്ചു നൽകി